ഇടവകയിലാണ് കേട്ടോ നമ്മളിപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് മൂന്നുമുറി ഇടവകയിലാണ്. ഇവിടെ ഇന്ന് അമ്പതിരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ തിരുനാളിനോടനുബന്ധിച്ച് KCYMൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ KCYMൻ്റെ പ്രസിഡൻ്റാണ്, ഒപ്പം നമ്മുടെ ഇടവകയിലെ കൊച്ചച്ഛനാണ് കേട്ടോ, ജോസഫ് അച്ഛൻ. ഇവിടെ രൂപത കൗൺസിലറാണ്, KCYMൻ്റെ രൂപത കൗൺസിലറാണ്. പേരെങ്ങനെ? ഏഞ്ചൽ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷന് വലിയൊരു ഉത്തരവാദിത്വം കൂടെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളായിരുന്നു ഈ ഒരു ഡെക്കറേഷൻ കോമ്പറ്റീഷന് മാർക്ക് ഇടാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ആദ്യമായിട്ടാണ് പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും വളരെ ഭംഗിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ട് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ സമ്മാനം കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇവരെ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 സമ്മാനങ്ങളാണ് നൽകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ദൗത്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മത്സരത്തിന് പങ്കെടുത്തിട്ടുള്ള എല്ലാ പിണ്ടികളും നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ അച്ഛനോട് തന്നെ പറയുകയാണ്, അച്ഛനോടുള്ള റിക്വസ്റ്റ് ആണ്, നമ്മൾ ഈ ഒരു തിരുനാളിനോടനുബന്ധിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും ഒരു സന്ദേശം നമ്മൾ കാണുന്ന നമ്മുടെ യൂട്ടൻ ഫാമിലി മെമ്പേഴ്സിനോട് ഒന്ന് പങ്കുവയ്ക്കാനായിട്ട്. ഏറ്റവും സ്നേഹമുള്ളവരെ, മൂന്നുമുറി ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് 26, 27 തീയതികളിൽ നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ തിരുനാൾ. ഇടവകയിലെ നാനാജാതി മതസ്ഥർ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഈ പെരുന്നാൾ. നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ കുടിയേറ്റത്തിൻ്റെ സമയത്തൊക്കെ ഒത്തിരി രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവർ വലിയ വിശ്വാസത്തോട് പ്രാർത്ഥിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നമുക്കറിയാം, സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പഞ്ഞത്തിൽ നിന്നും പടയിൽ നിന്നും വസന്തയിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ഒരു മഹാവിശുദ്ധനായിട്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ കാണുന്നത്. ആ ഒരു തിരുനാൾ നമുക്കറിയാം, ഇവിടെ ഭൂരിഭാഗം പേരും ഇവർ കുടിയേറ്റക്കാരാണ്, വന്നു താമസിക്കുന്നവരാണ് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ആ പുണ്യാളൻ്റെ തിരുനാൾ ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ്. പ്രത്യേകമായിട്ടും ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടാണ് ഒരു പിണ്ടി അലങ്കാര മത്സരം നടത്തുന്നത്. അത് ജഡ്ജ് ചെയ്യാൻ വന്ന നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ആ വലിയ സേവനത്തിന് നന്ദി പറയുന്നു. തീർച്ചയായും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരിടുന്നു. താങ്ക് യു. ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സന്ദേശം നൽകിയ അച്ഛന് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ കൂടെ, അതായത് മാർക്കിടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒത്തിരി ഏരിയ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒത്തിരി ഉൾവഴികളിലാണ് കൂടുതലും മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പിണ്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എബിനാണ്. അപ്പോൾ എബിനാണ് നമ്മളെ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ എല്ലാ വീടുകളിലേക്കും കൊണ്ടുപോയി. ഒപ്പം എബിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ലാസ്റ്റ് എത്തി നല്ല വിഭവസമൃദ്ധമായ ഒരു ഊണ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരി നന്ദി എബിനോടും അച്ഛനോടും എല്ലാവരോടും പറയും. അപ്പോൾ ഞങ്ങളോട് വിളിച്ചതിനും ഇങ്ങനെ ഒരു അവസരം തന്നതിനും അച്ഛനോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു കേട്ടോ. ഒപ്പം ഈ ഇടവകയിലെ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള തിരുനാൾ മംഗളങ്ങൾ നേരുകയാണ്. അപ്പോൾ ഇനി മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പിണ്ടികളും നമുക്ക് ഓരോന്നായിട്ട് കാണാം.
അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഒന്ന് കാണാൻ പറ്റില്ല. വെള്ളം